ഡിജിറ്റൽ അറസ്റ്റിൽ സുപ്രീം കോടതി ഇടപെടുന്നു. സുപ്രീം കോടതിയുടെ അവിടെ അഡ്വക്കേറ്റ് ജനറൽ കൊടുത്ത കണക്കനുസരിച്ച് ഇന്ത്യയിൽ കഴിഞ്ഞ 2021 ഏപ്രിൽ മുതൽ 2025 നവംബർ വരെ 54,000 കോടി രൂപ ഡിജിറ്റൽ അറസ്റ്റിലേക്ക് രാഷ്ട്രീയക്കാർ തട്ടിക്കൊണ്ടുപോയി. ഇതൊരു തീവെട്ടിക്കൊള്ളയാണ് എന്ന് സുപ്രീം കോടതി പറഞ്ഞു. ഇന്ത്യയിൽ ആവശ്യമായ നിയമനിർമ്മാണം ഉടനുണ്ടാകണം എന്ന് സുപ്രീം കോടതി അഭിപ്രായപ്പെട്ടു. ഡിജിറ്റൽ തട്ടിപ്പ് കേസിനകത്ത് ചില മാർഗരേഖകൾ ഉടനുണ്ടാകണം. എങ്കിലും സുപ്രീം കോടതി ബാങ്കുകാർക്ക് ഇതിനകത്തുള്ള ഉത്തരവാദിത്തത്തെപ്പറ്റി കൃത്യമായ ഒരു ഡയറക്ഷൻ കൊടുത്തിരിക്കുന്നു. കാരണം ജനങ്ങളുടെ പണം പോയി എന്നൊരു വിവരം കിട്ടിയാൽ അത് ഉദാസീന മനോഭാവത്തോടെ കൈകാര്യം ചെയ്യരുത്, ഉത്തരവാദിത്തത്തോടെ ബാങ്കുകാർ കൈകാര്യം ചെയ്യണം. പല സ്ഥലത്തും അതുപോലെ ബാങ്ക് വലിയ വെയിറ്റ് അതിന് കൊടുക്കാതെ ഇഗ്നോറൻസ് കാണിച്ചുകൊണ്ട് ബാങ്ക് തടഞ്ഞിരുന്നെങ്കിൽ ആ പണം തിരിച്ചു പിടിക്കാൻ കഴിയുമായിരുന്നു എന്ന് പല കേസിനകത്തും മനസ്സിലാവുന്നുണ്ട്. കാരണം ബാങ്കിന് ചില ഉത്തരവാദിത്തങ്ങൾ, നമ്മുടെ പണം അവിടെ സൂക്ഷിക്കുന്നെങ്കിലും അതിനുള്ള കൂലി അവർക്ക് കൊടുക്കുന്നുണ്ട്. ബാങ്കുകാർ അങ്ങനെ ഒരു തട്ടിപ്പ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തടയാനുള്ള ബാധ്യത ബാങ്കിനുണ്ട്. അതിൻ്റെ കാരണം സുപ്രീം കോടതി പറയുന്നത് ഡൽഹിയിലെ ഈ ഒരു തട്ടിപ്പിൻ്റെ കാര്യം മുൻ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന സഞ്ജീവ് ഖന്നയുടെ പേരിൽ ഒരു തട്ടിപ്പ് നടന്നു. സഞ്ജീവ് ഖന്നയുടെ പേരിൽ നടന്ന തട്ടിപ്പിനകത്ത് അവർ CBI ഉദ്യോഗസ്ഥരാണെന്ന് പറഞ്ഞാണ് ആ തട്ടിപ്പുകാർ രംഗത്ത് വന്നത്. അത് സുപ്രീം കോടതി എടുത്തു പറയുകയും ചെയ്തു. അതുതന്നെയല്ല, അഡ്വക്കേറ്റ് ജനറൽ വെങ്കട്ടരമണയുടെ ചില കാര്യങ്ങൾ സുപ്രീം കോടതി സൂചിപ്പിച്ചു. അതിന് ഈ ഡിജിറ്റൽ അറസ്റ്റ് തടയാൻ വേണ്ടിയിട്ടുള്ള നിയമനിർമ്മാണങ്ങളും അതുപോലെ വേണ്ടിയിട്ടുള്ള ഉപദേശങ്ങളും സാങ്കേതിക കാര്യങ്ങളും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉടനെ അത് നടപടി വരും എന്ന് അഡ്വക്കേറ്റ് ജനറൽ വെങ്കട്ടരമണി സുപ്രീം കോടതിയെ ബോധിപ്പിക്കുകയും ചെയ്തു. പക്ഷേ സുപ്രീം കോടതി ഒരു കാര്യം പറഞ്ഞത് നമുക്ക് വളരെ ശ്രദ്ധയോടെ കേൾക്കേണ്ടിയിരിക്കുന്നു. ഡിജിറ്റൽ അറസ്റ്റ് സാധാരണഗതിയിൽ പ്രായമുള്ളവരെ 10, 75, 76 വയസ്സുള്ളവരുടെ പേരിലെ അക്കൗണ്ടാണ് കൂടുതലും ട്രാൻസ്ഫർ ചെയ്ത് പോയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ബാങ്കിൽ 1 കോടി 2 കോടിയൊക്കെ ഇട്ടിരിക്കുന്ന വിധവകൾ അല്ലെങ്കിൽ പ്രായമുള്ളവർ ആ പണം അതിനകത്ത് സാധാരണഗതിയിൽ അവർ ഒരു മാസത്തെ ചിലവിനുള്ള 10,000 അല്ലെങ്കിൽ 20,000 രൂപയൊക്കെയാണ് സ്ഥിരമായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ 25 ലക്ഷം 50 ലക്ഷത്തിൻ്റെ ഒരു ക്ലിയറൻസ് വന്നു കഴിഞ്ഞാൽ അത് ക്രോസ് ചെക്ക് ചെയ്യണം എന്ന് സുപ്രീം കോടതി പറഞ്ഞിരിക്കും. നല്ലൊരു കാര്യമല്ലേ അത്? അങ്ങനെ ഇത്ര നാളും 10,000 25,000 മാത്രം മാസം ചിലവിനെടുക്കുന്ന ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് 25 ലക്ഷം 50 ലക്ഷം മതി എന്ന് ഒന്നിച്ച് ട്രാൻസ്ഫർ ചെയ്യാൻ ഒരു ഓഫർ വന്നാൽ അത് ക്രോസ് ചെക്ക് ചെയ്യണം എന്ന് സുപ്രീം കോടതി പറഞ്ഞു. അത് നല്ല കാര്യമാണ്. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ആ കസ്റ്റമറെ വിളിച്ച് ചോദിക്കണം, ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ, ആർക്കാണ്, എന്തിനാണ് എന്ന് ചോദിക്കുമ്പം ബാങ്കിന് കാര്യം പിടികിട്ടും, തട്ടിപ്പാണെന്ന് മനസ്സിലാവും. ആരുടെ അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അങ്ങനെ ഒരു തടവ് വന്നു കഴിയുമ്പോൾ, ഒരു ചെക്കിങ് വന്നു കഴിഞ്ഞാൽ ബാങ്കുകാർക്ക് കൃത്യമായിട്ട് അത് ചെയ്യാൻ സാധിക്കും. കാരണം ഇവരുടെ അക്കൗണ്ടിലെ പൈസ ഏത് അക്കൗണ്ടിലേക്കാണ് പോകാനാണ് നിർദ്ദേശം വന്നിരിക്കുന്നത് ചെക്ക് ചെയ്ത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ആ അക്കൗണ്ടുകാരൻ ആരാണെന്നറിയാം. അതൊന്ന് തൽക്കാലം ഒന്ന് തടഞ്ഞു വെക്കാൻ ബാങ്കിന് സാധിക്കും. തടഞ്ഞു വെച്ചിട്ട് കസ്റ്റമറോട് ചോദിച്ചിട്ട് എന്തിനു വേണ്ടിയിട്ട്, ആർക്കാണ്, എന്തിനാണ്. അപ്പോൾ അത് CBI കേസല്ലേ, പോലീസാണ്, ഇത് അങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ കസ്റ്റമർ തീർച്ചയായിട്ടും പങ്കുവെക്കും. അപ്പോൾ തന്നെ അതിനകത്ത് ബാങ്കിന് ഇടപെടാൻ പറ്റും. അങ്ങനെ ഒരു നിർദ്ദേശം സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. എങ്കിലും പണം തടഞ്ഞു വെച്ച് ആ ക്ലിയറൻസ് വാങ്ങുന്നത് നല്ലൊരു ഡയറക്ഷനായിട്ടാണ് കാണുന്നത്. കാരണം അത് സംശയാസ്പദമാണ് ആ ട്രാൻസാക്ഷൻ എന്ന് ബാങ്കിലെ സ്റ്റാഫിനറിയാം. അപ്പോൾ അക്കാര്യത്തിൽ ഇടപെടണം എന്നാണ് പറയുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇക്കാര്യത്തിൽ ഉപയോഗപ്പെടുത്തണമെന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. ഡിജിറ്റൽ അറസ്റ്റ് അങ്ങനെയുള്ള കാര്യത്തിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സേവനം നമുക്ക് ലഭിക്കണം, ബാങ്കിന് ലഭിക്കണം, കസ്റ്റമറിന് ലഭിക്കണം. അതുകൊണ്ട് ആ കാര്യത്തിലേക്ക് നിയമനിർമ്മാണങ്ങളും അതിനുള്ള നിർദ്ദേശങ്ങളും റെഡിയായിക്കൊണ്ടിരിക്കുന്നു എന്ന് അഡ്വക്കേറ്റ് ജനറൽ വെങ്കട്ടരമണി കോടതിയെ ബോധ്യപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ ഡൽഹിയിലെ ഒരു സംഭവം ഉണ്ടായി. അത് സുപ്രീം കോടതിയുടെ പരിധി വന്നാൽ 76 വയസ്സുകാരിയായ വിധവയെ ഡിജിറ്റൽ അറസ്റ്റ് എന്ന് പറഞ്ഞ് 1,62 ലക്ഷം രൂപ അവരെ അടിച്ചു മാറ്റി. ആ കേസ് CBIക്ക് വിടാനും സുപ്രീം കോടതി ഡയറക്ഷൻ കൊടുത്തു. അപ്പോൾ ഇതുപോലെയുള്ള ധാരാളം സംഭവങ്ങൾ സുപ്രീം കോടതി മുമ്പിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് സുപ്രീം കോടതി അതിശക്തമായ നടപടിയിലേക്ക് രാജ്യം നീങ്ങണം. നമുക്കറിയാം, ഈ ഡിജിറ്റലായിട്ടുള്ള കൊറിയയുടെ ഡെവലപ്മെൻറ്റും അതിനകത്ത് ഒത്തിരി ഗെയിംസും ഒക്കെ. ഇപ്പം 3 കുട്ടികൾ നമുക്കറിയാം നോർത്ത് ഇന്ത്യയിൽ
12, 14, 16 വയസ്സുള്ള 3 കുട്ടികൾ, അവർ 3 പേരും ഒരേ വീട്ടിലെ ആ അംഗങ്ങൾ ഒന്നിച്ച് ഡിജിറ്റലിലെ ഇതുപോലെയുള്ള കളികളിലേക്ക് കയറി അവരുടെ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് അവർ താഴേക്ക് ചാടി 12, 14, 16 വയസ്സുള്ള കുട്ടികൾ അതൊരു ഡിജിറ്റലായിട്ടുള്ള ഗെയിം കളിച്ചാണ് കൊറിയൻ ഗെയിം. പക്ഷേ അത് ഇന്ത്യയിൽ നിരോധിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അടിയന്തരമായിട്ട് ഗവൺമെൻറ് അത് കൈകാര്യം ചെയ്യണം. ഇതുപോലെയുള്ള ഗെയിംസിനകത്ത് പല കുട്ടികളും ചെന്ന് ചാടി. അതുകൊണ്ട് ആ കൊറിയൻ ഗെയിംസ് ഇന്ത്യയിൽ നിരോധിക്കണം. അതോടൊപ്പം തന്നെ ഈ ഡിജിറ്റൽ അറസ്റ്റിന് സാങ്കേതികപരമായ രീതിയിൽ അത് തടയാനുള്ള സംവിധാനവും അടിയന്തരമായിട്ട് ഇന്ത്യയിൽ നടപ്പാക്കണം. അതുതന്നെയാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശവും. അതുകൊണ്ട് ഡിജിറ്റൽ അറസ്റ്റ് എന്നൊരു സംവിധാനം നടത്തി പല ആൾക്കാരുടെ അക്കൗണ്ടിൽ നിന്ന് പണം ട്രാൻസ്ഫർ ചെയ്യുന്നതിന് കൂടുതൽ ഗ്രാമങ്ങളിലും പഞ്ചായത്തുകളിലും മറ്റും അങ്ങനെയുള്ള വിവരങ്ങൾ അറിയിക്കാനുള്ള സംവിധാനം പഞ്ചായത്ത് തോറും നടത്തണം. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു പരിധി വരെ ഇതൊക്കെ തടയാനും സാധിക്കും.